ഹൈ ഡിയേഴ്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു യൂണിവേഴ്സിറ്റി അസൈൻമെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 3rd സെമസ്റ്ററിൽ BA സോഷ്യോളജി സ്റ്റുഡൻസിന് തയ്യാറാക്കാനുള്ള ഒരു അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ PDF കാണാൻ സാധിക്കുന്നുണ്ടാവും, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് അല്ലേ. പിന്നെ അതിൽ ഇൻടേക്ക് 5 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് 2024-25 സെമസ്റ്റർ 3rd ആണ്. അതേപോലെ തന്നെ ഈ കോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞ മേജർ കോഴ്സായിട്ട് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറാണ്. കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ടൈറ്റിൽ വരുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അല്ലേ. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെൻറ്റാണ് തയ്യാറാക്കാനുള്ളത്. ഒന്ന് സെറ്റ് 1, ഒന്ന് സെറ്റ് 2. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അസൈൻമെൻ്റ് ആണ് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പോകുന്നതിന് മുമ്പ് ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻ ടു ലേണേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. 3 പോയിന്റ്സുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ലെങ്ത് എത്ര ഉണ്ടായിരിക്കണം, എത്ര പേജ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5 ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ളത്. 1, 2, 3, 4, 5 എന്നുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ChatGPT വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം കറക്റ്റ് യൂണിവേഴ്സിറ്റി പറയുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടേണ്ടതുണ്ട്. ChatGPTയിൽ നേരിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പോയി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം ഇവിടെ ഈ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ടു ലേണേഴ്സ് എന്നുള്ള ഈ ഭാഗമുണ്ടല്ലോ, ഇതിവിടെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. അതിവിടുന്ന് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ChatGPT ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ChatGPT ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ് I am a SGOU BA സോഷ്യോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്. അല്ല, സോഷ്യോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്. I want a assignment for my university purpose. Okay, university purpose. എന്നിട്ട് there some എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കട്ടോ. ഞാനവിടെ there some എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ടു ലേണേഴ്സ് എന്നുള്ള സാധനം ഞാൻ എന്ത് ചെയ്തു അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് എന്തുണ്ട്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതെന്ത് ചെയ്യുക അതേപോലെ അയച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് ഏതാണ് അതും കൂടെ ഇവിടെ ജസ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ 3ാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പം നിലവിലൂടെ സെലക്ട് ചെയ്യുന്നത്. കാൾ മാർക്സിൻ്റെ തിയറിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ആ ഒരു ഭാഗമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അത് കോപ്പി ചെയ്തു. 2 എൻ്റർ ടു ദ അടിക്ക് വന്നതിന് ശേഷം ദ ക്വസ്റ്റ്യൻ ഈസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് വീണ്ടും പ്ലീസ് മേക്ക് അസൈൻമെൻറ്റ് on topic as per university പോളിസി എന്നോ എന്താണെന്നുള്ളത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക അടിച്ചു കൊടുക്കുക. as per യൂണിവേഴ്സിറ്റി പോളിസി. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഇതൊന്ന് ChatGPTക്ക് ഇട്ടുകൊടുക്കുക. അപ്പോൾ ChatGPT അനലൈസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ChatGPT നമ്മൾ ചോദിക്കുന്നതാണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന അതേപോലെ തന്നെ ഇപ്പോൾ വന്നോണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു തരും. ഓക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ChatGPT നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം കവർ പേജ് വേണം, ഇൻട്രൊഡക്ഷൻസ് വേണം, കാൾ മാക്സിൻ ബ്രീഫ് ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്, ബോർഡ് ഓഫ്
പ്രൊഡക്ഷന്, ക്ലാസ് കോൺഫ്ലിക്റ്റ്, പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവസാനം കൺക്ലൂഷന്, റഫറൻസസ് ഇല്ലേ, പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇത്. യൂണിവേഴ്സിറ്റി പറയുന്ന നിയമത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ഇൻട്രൊഡക്ഷൻ വേണമെന്നുള്ളതാണ്, ഇത് കറക്റ്റ് ഇതിൽ ChatGPT നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് മെയിൻ പാരഗ്രാഫ് അല്ലെ, മെയിൻ കണ്ടൻസ് എന്നുള്ള ഈ ഒരു ഭാഗമാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇതാണ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം. അപ്പം അത് യൂണിവേഴ്സിറ്റി പറയുന്ന രണ്ടാമത്തെ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൺക്ലൂഷനാണ്, കറക്റ്റ് എന്ത് ചെയ്യണം, ഇത് കൺക്ലൂഡ് ചെയ്യണം നമ്മൾ ഈ അസൈൻമെൻറ്റ്, അത് ഇതിൽ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ റഫറൻസസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫിയാണ്, അഥവാ നമ്മുടെ ഈ അസൈൻമെൻറ്റ് എവിടുന്നൊക്കെയാണ് റഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അല്ലേ, അതിൻ്റെ ഫൈൻഡിങ്സ് എവിടുന്നാണെന്നുള്ളതൊക്കെ. ഇനി താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ, നമ്മുടെ അസൈൻമെൻറ്റ്. നമ്മുടെ അസൈൻമെൻറ്റ്സിൻ്റെ ഒരു പേര് ഗൂഗിളിൽ കാണാൻ സാധിക്കും. ദെൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം കറക്റ്റ് ആയിട്ടുള്ള പാകത്തിന് ഇൻട്രൊഡക്ഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി പർപ്പസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല SGOU എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ChatGPT ആയതിൻ്റെ അറിയാം, ശ്രീനാരായണെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അതിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം അല്ലേ, ഇൻട്രൊഡക്ഷൻ വന്നു, കാൾമാർക്സിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ തന്നെ വന്നു. ഈ ഭാഗമാണ് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മുടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്ന് 10 പേജിലേക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഈ ChatGPTയുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് 10 പേജിലേക്ക് ഇല്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴെ ഭാഗത്ത് വന്നിട്ട് ഈ ആസ്ക് എഡിറ്റിംഗ് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പ്ലീസ് എക്സ്പാൻഡ് ദിസ് അസൈൻമെൻറ്റ്, ജസ്റ്റ് അത് കൊടുക്കാം, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെ എക്സ്പാൻഡ് വേർഷനായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ പുതുതായിട്ട് അസൈൻമെൻറ്റ് തയ്യാറാക്കി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഒന്നും പാടെ ഡീപ്പായിട്ട് വന്നു, താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ PDF ആക്കണമെങ്കിൽ PDF അടുത്ത പ്രോംപ്റ്റ് PDF-ലേക്ക് വേണമെന്ന് കൊടുത്താൽ നിങ്ങൾക്കത് PDF ആയിട്ട് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിതൊന്നും പാടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വേർഡിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. അപ്പം ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. നമുക്ക് എവിടെ നിന്നാണ് വേണ്ടത് ആ ഭാഗം മാത്രം ഇങ്ങനെ കോപ്പി ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, കറക്റ്റ് വരുന്നുണ്ട് ഓരോന്നും അല്ലേ. കൺക്ലൂഷന്, റഫറൻസസ്, ഈ ഭാഗം വരെയാണ് എനിക്ക് വേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി എന്നുള്ള ഭാഗം കൊടുക്കുന്നു. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള വേർഡോ ഏതാണോ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നോട്ട് പാഡ് ആണെങ്കിൽ അങ്ങനെ, വേർഡ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ മൈക്രോസോഫ്റ്റിൻ്റെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇനി ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓരോ പേജിലേക്ക് മാറ്റി ചെയ്ത് നോക്കുക. ഇൻട്രൊഡക്ഷൻ കൂടെ മറ്റേതൊക്കെ ഓരോ പേജിനനുസരിച്ച് മാറ്റുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ്ലൈൻസ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി എഴുതേണ്ടതാണ്. അപ്പം അതെങ്ങനെയാണ് അസൈൻമെൻറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് സിമ്പിളായിട്ട് യൂണിവേഴ്സിറ്റി അസൈൻമെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.